ശ്രദ്ധിക്കുക, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് 2 രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. മൊത്തത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രവേശന ക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാവാറുണ്ട്. ഏത് പരീക്ഷയ്ക്കാണ് എക്സാമിനേഷൻ വഴി പ്രവേശനം നടത്തുന്നത്, ഏതാണ് മെറിറ്റ് ഓറിയൻറ്റഡ് ആയത്? മൊത്തത്തിൽ ചില ആളുകൾക്ക് ധാരണ വന്നിട്ടുള്ളത് എല്ലാ കോഴ്സുകളും ഇപ്പോൾ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡിഗ്രി കോഴ്സുകളിൽ 13 കോഴ്സുകൾക്ക് മാത്രമാണ് പ്രവേശന പരീക്ഷ. മനസ്സിലാക്കുക, ഡിഗ്രി കോഴ്സുകൾക്ക് 13 കോഴ്സുകൾക്ക് മാത്രമാണ് പ്രവേശന പരീക്ഷ. ആ കോഴ്സുകളെക്കുറിച്ചും പ്രവേശന ക്രമങ്ങളെക്കുറിച്ചും ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മൊത്തത്തിൽ 500-ലധികം കോഴ്സുകളുള്ളൊരു വലിയ ക്യാമ്പസാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അങ്ങനെ ക്യാമ്പസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നൊരു ക്യാമ്പസ് ഒന്നുമല്ല ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സദേൺ ക്യാമ്പസിലും നോർത്തേൺ ക്യാമ്പസിലും ഈസ്റ്റേൺ വെസ്റ്റേൺ ക്യാമ്പസിലുള്ള കോളേജുകളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. നോർത്തേൺ ക്യാമ്പസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കോളേജുകളുള്ളത്. സദേൺ ക്യാമ്പസിൽ ലേഡി ശ്രീറാം പോലുള്ള കോളേജുകളാണുള്ളത്. അപ്പോൾ മൊത്തത്തിലെടുത്താൽ വ്യത്യസ്ത ക്യാമ്പസുകളിലായിട്ട് പടർന്നു കിടക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൽ 500-ലധികം കോഴ്സുകളുണ്ട്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും കൂടുതൽ കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 1-ാം സ്ഥാനത്ത് എന്നൊക്കെ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാം. അതുകൊണ്ട് മൊത്തത്തിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏറ്റവും പ്രസിദ്ധമായ കോളേജുകളാണ് എന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് കോഴ്സിന് അപേക്ഷിക്കുമ്പോൾ കൃത്യമായ ധാരണകളോടെ വേണം കോഴ്സിനും കോളേജിനും അപേക്ഷിക്കാൻ. ഏതായാലും നമ്മൾ പ്രവേശന പരീക്ഷ ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റുകളിൽ പലതരം എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. വ്യത്യസ്തമായ എൻട്രൻസ് ടെസ്റ്റുകളുടെ സിലബസുകളും അതിൻ്റെ ക്രമവും ഘടനയും കൃത്യമായിട്ട് വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. PG കോഴ്സുകൾ, റിസർച്ച് പ്രോഗ്രാമുകൾ, ചില ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത്. ഡിഗ്രികളുടെ കൂട്ടത്തിൽ 9 കോഴ്സുകൾക്ക് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത്. ബാക്കി 4 കോഴ്സുകൾക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ തന്നെ സിസ്റ്റമാണുള്ളത്. PG പ്രോഗ്രാമുകളിൽ ചിലത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും എൻട്രൻസ് പ്രവേശന പരീക്ഷയെ അടിസ്ഥാനമാക്കി തന്നെയാണ്. റിസർച്ച് പ്രോഗ്രാമുകളും പ്രവേശന പരീക്ഷ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ കോഴ്സുകൾ ഒന്ന് BA ഹോണേഴ്സ് ബിസിനസ് ഇക്കണോമിക്സ്, BMS അഥവാ ബാച്ചലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, BBA ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻസ്, BA ഹോണേഴ്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ്, ബാച്ചലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ, ബാച്ചലർ ഓഫ് സയൻസസ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, BA ഹോണേഴ്സ് മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ BA MMC, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ജേർണലിസം, BPT അഥവാ ഫിസിയോതെറാപ്പി, BOT അഥവാ ഒക്യുപേഷണൽ തെറാപ്പി, ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, BA മ്യൂസിക്. ഇതിൽ ഒരു കോഴ്സ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ജേർണലിസം പ്രോഗ്രാം, അത് 5 വർഷത്തെ പ്രോഗ്രാമാണ്. അത് മാത്രമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉള്ളത്. ബാക്കിയെല്ലാം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അവസാനം പറഞ്ഞ 4 പ്രോഗ്രാമുകൾ കോളേജുകളും സിസ്റ്റവും യൂണിവേഴ്സിറ്റി തന്നെയാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി 9 പ്രോഗ്രാമുകളും NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. എൻട്രൻസ് പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ 26, 27, 28, 29, 30, ഒക്ടോബർ 1 ദിവസങ്ങളിലായാണ്. ഓരോ ദിവസത്തെയും പരീക്ഷയും അതിൻ്റെ ക്രമങ്ങളും കൃത്യമായി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വേണം അപേക്ഷ സമർപ്പിക്കാനും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും. ബാക്കി എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 3 സബ്ജക്റ്റും
3 വിഷയങ്ങളും. പക്ഷേ അത് ശ്രദ്ധിക്കണം കേട്ടോ, ഈ വിഷയങ്ങൾ നമ്മൾ വിഷയങ്ങൾ എടുക്കുമ്പോൾ, കോഴ്സുകൾ എടുക്കുമ്പോൾ ഈ നമ്മൾ എടുത്ത ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റ് കൂടി വരുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 സബ്ജക്റ്റുകൾ പ്ലസ് ലാംഗ്വേജിൻ്റെ മാർക്കും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനനുസരിച്ച് കട്ട് ഓഫ്, ഓരോ ഘട്ടത്തിലും കട്ട് ഓഫ് വിളിച്ച് കോളേജുകളിലേക്കുള്ള പ്രവേശനം നടക്കും. അതിൻ്റെ പ്രോസസ്സ് നമ്മൾ വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ ഏതായാലും ഈ എൻട്രൻസ് പരീക്ഷയെക്കുറിച്ചും ഡൽഹിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 1922 ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേക, അന്നത്തെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇന്നത്തെ നമ്മളുടെ ഒരു പാർലമെൻറ്റിന് തുല്യമായ സഭ കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതുവരെ മൊത്തം 91 കോളേജുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. അതിൽ സ്റ്റീഫൻസ് കോളേജും ജീസസ് ആൻഡ് മേരി കോളേജും സ്വന്തം നിലക്ക് തന്നെയാണ് പ്രവേശന ക്രമങ്ങൾ നടത്തുന്നത്. ബാക്കി എല്ലാ കോളേജുകളും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോളേജ് എന്ന നിലക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. 86 ഡിപ്പാർട്ട്മെൻറ്റുകളും 16 ഫാക്കൽറ്റിയുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. അതോടൊപ്പം രസകരമായൊരു വസ്തുത, ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ 69,000-ലും അധികം വിദ്യാർത്ഥികൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ് പഠിക്കുന്നത്. കൂട്ടത്തിൽ പല ഏതാണ്ട് 10-12ഓളം ഫാക്കൽറ്റികൾ, നേരിട്ടുള്ള ഫാക്കൽറ്റികൾ തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടേത്. അപ്പോൾ വലിയൊരു കോളേജ് നമ്മൾ ശരിക്കും യൂണിവേഴ്സിറ്റീനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ക്യാമ്പസ് യൂണിവേഴ്സിറ്റിക്കില്ല. സതേൺ ക്യാമ്പസ്, നോർത്തേൺ ക്യാമ്പസ്, ദെൻ വെസ്റ്റേൺ, ഈസ്റ്റേൺ ക്യാമ്പസുകളിലായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പരന്നു കിടക്കുന്നത്. അതിൽ നോർത്തേൺ ക്യാമ്പസിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഏറ്റവും പ്രസിദ്ധമായ കോളേജുകൾ വരുന്നത്. പൊതുവേ നമ്മളുടെ ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകൾ, ഇപ്പോൾ നമ്മൾ ശ്രീറാം, ലേഡി ശ്രീറാം, സ്റ്റീഫൻസ്, അതുപോലെ തന്നെ രാംജാസ്, ജാക്കിർ ഹുസൈൻ, ഹിന്ദു കോളേജ്, ദെൻ അങ്ങനെ കുറേ കോളേജുകളുണ്ട് പ്രസിദ്ധമായ, എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ കോളേജുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ കടന്നുപോയ കോളേജുകൾ, അമിതാഭ് ബച്ചനും ശശി തരൂരും ഷാരൂഖ് ഖാനും ഒക്കെ അരുൺ ജെയ്റ്റ്ലിയും ഒക്കെ പഠിച്ചത് ഈ കോളേജിലാണ്. പാക് പ്രസിഡന്റ് സിയാഉൽ ഹക്ക് പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിലാണ്. ദെൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള വളരെ പ്രസിദ്ധരായ കുറേ ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അലുമിനിയാണ്. ദെൻ അത്രയും ഒരു ചരിത്രമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. പല ആളുകളുടെയും സ്വപ്നമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിച്ച് പാസ് ഔട്ട് ആകുക എന്നുള്ളത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഒരു വലിയൊരു എക്സ്പോഷർ കിട്ടുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ വന്നു ചേരുന്നു. ഒരുപാട് കൾച്ചറുകളും ഒരുപാട് ഭാഷകളും ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ ക്യാമ്പസ്, ഒരു വലിയ ലോകം എന്ന് വേണമെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാം. റാങ്കിങ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. QS റാങ്കിങ്ങിൽ 474-ാമത്തെ റാങ്കാണ്. അങ്ങനെ വളരെ സ്പെസിഫിക് ആയൊരു റാങ്ക് വന്ന കോളേജ്, യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ കുറവാണ്. ദെൻ അതുപോലെ തന്നെ വേൾഡ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ 601-800 റാങ്കിനുള്ളിൽ വരുന്നു. NIRF റാങ്കിങ്ങിൽ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 1-ാം സ്ഥാനത്താണ്. 25 മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താൽ അതിൽ 1-ാം സ്ഥാനത്താണ് ഡൽഹി എന്നുള്ളത് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ ഔട്ട്ലുക്ക് മാഗസിൻ്റെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികൾ എടുത്തപ്പോൾ അതിൽ 8-ാം സ്ഥാനത്താണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ രസകരമാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്നൊരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അലുമിനിയുടെ കൂട്ടത്തിൽ ഖുശ്വന്ത് സിംഗിനെ പോലുള്ള ആളുകൾ, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗീതാ ഗോപിനാഥ് പോലുള്ള ഇക്കണോമിസ്റ്റുകൾ, റിച്ചാർഡ് വർഗീസിനെ പോലുള്ള ആളുകളൊക്കെ വരുന്നൊരു വലിയൊരു യൂണിവേഴ്സിറ്റി എന്ന നിലക്ക് ഒരു സ്വപ്നമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കുക എന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യണം. 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് വെക്കേണ്ടതില്ല, നേരത്തെ തന്നെ ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യേണ്ട ugadmission.uod.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. രജിസ്ട്രേഷൻ പ്രോസസ്സിന് റൈറ്റ് സൈഡിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പുതിയ കാൻഡിഡേറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക. ദെൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോളോ അപ്പ് മെസ്സേജുകളൊക്കെ വരുന്നതും ദെൻ മെയിലുകളൊക്കെ വരുന്നത് ഈ ഇമെയിലായിരിക്കും. അപ്പോൾ കൃത്യമായൊരു ഇമെയിൽ ചേർക്കുക. ദെൻ അതോടൊപ്പം നിങ്ങളുടെ ഒരു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ചേർക്കുന്നു. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ചേർക്കുക.
പിന്നീട് വരുന്നത് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും സബ്ജക്റ്റും നിങ്ങളുടെ സബ്ജക്റ്റൊക്കെ കൃത്യമായിട്ട് ചേർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നു. ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് ആണ്. 500 രൂപയാണ് ഫീസ്. SC/ST കാൻഡിഡേറ്റ്സിനും ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും മെയിലുകളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ മെറിറ്റ് സീറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾ, മെറിറ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സബ്ജക്റ്റുകളും ഭാഷയും, ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 സബ്ജക്റ്റും ഭാഷയും വെച്ച് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കി ആ രീതിയിലൂടെ എൻട്രൻസ് എക്സാമിനേഷൻ അല്ലാതെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഓരോ സമയം സെപ്റ്റംബർ ആദ്യത്തിൽ തന്നെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കട്ട് ഓഫ് ഒക്കെ വരും. ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ കട്ട് ഓഫ് വരും. അപ്പോൾ കട്ട് ഓഫ് വരുമ്പോൾ അത് കയറി നോക്കണം, വീണ്ടും ലോഗിൻ ചെയ്യണം. അതുകൊണ്ട് പാസ്വേഡും ലോഗിൻ ID ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, മറക്കാതിരിക്കുക. 13 കോഴ്സുകൾക്കാണ് എൻട്രൻസ് എക്സാമിനേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ. ആ എൻട്രൻസ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഓൺലൈൻ ടെസ്റ്റാണ്, ഇംഗ്ലീഷിലാണ് വരുന്നത്. ദെൻ 2 മണിക്കൂറാണ് ടെസ്റ്റിനുള്ള സമയം. അത് ഏതെങ്കിലും നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രമാണ് ടെസ്റ്റ് സെൻ്ററായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 20 ടെസ്റ്റ് സെൻറ്റേഴ്സാണ് ഉള്ളത്. then അപ്പോൾ ആ ടെസ്റ്റ് സെൻറ്ററിൽ നമ്മൾ പോകുന്നു, പരീക്ഷ എഴുതുന്നു. പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 4 മാർക്കാണ് കറക്റ്റ് ആൻസറിന് കിട്ടുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മത്സര പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രവേശന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഇപ്പോൾ ഈ 13 സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കും അതുപോലെ ഓക്യുപേഷണൽ തെറാപ്പിക്കും ഒക്കെ ഉള്ള കോഴ്സ് മീൻസ് പ്രവേശന പരീക്ഷയുടെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്. അത് പ്രത്യേകം നോക്കി ആ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വിജയിച്ച് നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്ത് വിജയിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.